Shweta Pranav and welcome back to my YouTube channel. So ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. എനിക്കറിയാം 100 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ അത്ര വലുതായിട്ടൊന്നും തോന്നില്ല. ബട്ട് എനിക്കത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞു കേട്ടോ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്കത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. സോ ഗായ്സ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ബിക്കോസ് എനിക്ക് സപ്പോർട്ട് ഇനിയും കിട്ടണം. ഇനിയും ഒരു വർഷത്തിനുള്ളിലൊക്കെ നല്ല സബ്സ്ക്രൈബേഴ്സ് കൂടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. സോ ഇപ്പം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. കാരണം ഒരു 2-3 ആഴ്ച മുന്നേയും പിന്നെ ഒരു 2 ദിവസം മുന്നേയും എനിക്ക് വന്നൊരു റിക്വസ്റ്റാണ് പീരിയഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെന്ന് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാമെന്നും ഇന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്നും ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് കുറച്ചായിട്ട് ഈ റിക്വസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്ന് കിടക്കുന്നുണ്ട്. ബട്ട് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വൈകിയതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫൈനൽ ഇയർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് സെമിസ്റ്ററാണ് പഠിക്കുന്നത്. അപ്പം ലാസ്റ്റ് സെമിസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് ഫൈനൽ ഇയർ എക്സാം നടക്കണമുണ്ട്. എനിക്ക് അത്ര കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. സോ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്, എനിക്ക് 2 റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റിക്വസ്റ്റ് വന്നിട്ട് എൻ്റെ ഫസ്റ്റ് പീരിയഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമെന്ന്. സെക്കൻഡ് റിക്വസ്റ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു പീരിയഡ് ഹൈജീനെ കുറിച്ച് പറയുമെന്നായിരുന്നു. എൻ്റെ പീരിയഡ്സിലെ ടൈമിലുള്ള ഹൈജീൻ റുട്ടീനെ കുറിച്ചിട്ടാണ് അടുത്ത വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ഫസ്റ്റ് പീരിയഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 7th സ്റ്റാൻഡേർഡിലായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത്. സോ 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വിവരം ബോധവും ഇല്ലാത്തൊരു ടൈമാണ്. പിന്നെ മാത്രമല്ല എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രായമാണല്ലോ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയോ വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് സത്യം പറയാൻ ഞാൻ നന്നായി പേടിച്ചു. എന്തോ ഒരു ഭാഗ്യത്തിന് വീട്ടിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് പീരീഡ് ആയത്. സോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സോ അതൊരു നല്ലൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. എല്ലാവർക്കും അവരുടെ ഫസ്റ്റ് പീരിയഡ് എക്സ്പീരിയൻസ് വേസ്റ്റ് തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം അത് അത്ര നല്ല എന്താ പറയുക, അത്ര ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എനിക്ക് അന്നും ഇന്നും എൻ്റെ കൂടെയുള്ളൊരു സംഭവമാണ് പീരിയഡ്സിൻ്റെ ടൈമിൽ വരുന്നത് പീരിയഡ്സ് ക്രാമ്പ്. ലൈക്ക് നല്ല വയറുവേദന, നല്ല കാലുവേദന, ബോഡി മൊത്തം വേദന. എനിക്ക് ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ട്. സോ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വയറുവേദനയും ബോഡി പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അധികം ചെയ്യാറുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ബാഗ്സ് യൂസ് ചെയ്യും, പിന്നെ ചൂടുവെള്ളം കൊണ്ട് മസാജ് ചെയ്യും. അതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഏകദേശം എല്ലാവരും ചെയ്യാറുള്ളൊരു കാര്യമാണെന്ന്. കാരണം എനിക്കൊന്നും വയറുവേദന വന്നാൽ സഹിക്കാൻ പറ്റില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടാണ് എനിക്ക് വയറുവേദന വന്നാൽ ഉണ്ടാവുക. എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. അത് ആദ്യം എക്സ്പീരിയൻസ്, അതായത് ആദ്യം ആയപ്പോൾ തൊട്ട് ഇപ്പോൾ എനിക്ക് 22 വയസ്സായി. എനിക്ക് ആദ്യം പീരീഡ്സ് ആയത് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. അപ്പം തൊട്ട് ഇത്രയും വർഷം, എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് മേലായിട്ടും എനിക്ക് വലിയൊരു വേദന കുറവൊന്നും തോന്നിയിട്ടില്ല. കാരണം എപ്പോഴും നല്ല വേദനയുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് പീരിയഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര വലുതായിട്ട് പറയാനൊന്നുമില്ല. എനിക്ക് മധുരം കഴിക്കുമ്പോഴാണ് കുറച്ച് വേദനയൊക്കെ കുറയാറുള്ളത്. എനിക്ക് തോന്നുന്നു ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ നല്ലതാണ് പീരിയഡ് ടൈമിൽ. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക നല്ലതാട്ടോ. സോ ഇനി നമുക്ക് നമ്മുടെ പീരിയഡ് ഹൈജീൻ റുട്ടീനിലേക്ക് കടക്കാം. ഹൈജീൻ റുട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ബേസിക് ആയിട്ട് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, അതായത് പീരിയഡ് ഹൈജീൻ എന്ന് പറയുന്നത് ഭയങ്കര നോർമൽ ഹൈജീൻ എല്ലാവർക്കും ഉള്ളതാണ്. ബട്ട് ഒരു പീരിയഡ് ഹൈജീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ഇൻഫെക്ഷൻ വരുന്ന ഒരു ടൈമാണ്, മാത്രമല്ല ഒരുപാട് ക്രാംസ് വരുന്ന ടൈമാണ്. സോ പീരിയഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആരും ഒട്ടും വീഴ്ച വരുത്തരുത്. സോ ആദ്യത്തെ കാര്യം നമ്പർ 1 എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്പർ 1 ഡെയിലി ഷവർ. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ചിലവർക്ക് 3 ദിവസമേ പീരിയഡ്സ് ഉണ്ടാവുള്ളൂ, ചിലവർക്ക് അത് ഒരു 5 to 6 days ഒക്കെ ഉണ്ടാവും. സോ എത്ര ഡേയ്സ് പീരിയഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഷവർ ചെയ്യുന്നത് നല്ലതാട്ടോ. കാരണം അത് എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യാറുള്ള കാര്യം തന്നെയാണ് ഷവർ ചെയ്യണത്. കാരണം ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഷവർ ചെയ്യണത്. സോ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര മടി ഉണ്ടായാലും എത്ര വേദന ഉണ്ടായാലും
ഷവർ ചെയ്യാൻ മറക്കരുത്, കുളിക്കാൻ മറക്കരുത്. ബിക്കോസ് ഹൈജീൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് പീരിയഡ് ടൈമിൽ. പിന്നെ എൻ്റെ റുട്ടീനിൽ വരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ പാഡ്സ് യൂസ് ചെയ്യാറില്ല. കാരണം പാഡ്സ് നന്നല്ല, ഒന്നാമത് എൻവിറോൺമെൻറ്റ് നന്നല്ല, പിന്നെ നമുക്ക് നന്നല്ല. കാരണം നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടാക്കും, കുറേ ജെംസ് സ്പ്രെഡ് ചെയ്യാൻ ഈ പാഡ് സഹായിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ള സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രൽ കപ്പാണ്. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. കാരണം മെൻസ്ട്രൽ കപ്പ് എന്ന് പറയണത് നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ്. മാത്രമല്ല നമ്മുടെ ബോഡിക്കും നല്ലത് മെൻസ്ട്രൽ കപ്പാണ്. വേറൊരു മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയും. നമുക്കറിയാം, നമ്മളൊരു പാഡ് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല പൈസയും നല്ല പാഡ് വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന ഒറ്റ തവണ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് 2-3 വർഷമൊക്കെ അത് യൂസ് ചെയ്യാമെന്ന്. ബട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ യൂസ് ചെയ്യരുത്, ഒരു വർഷത്തിലൊരിക്കൽ മാറ്റണതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എക്കോ ഫ്രണ്ട്ലിയും ആണ് കപ്പ് യൂസ് ചെയ്യുമ്പോൾ, എക്കോ ഫ്രണ്ട്ലിയും ആണ്, മാത്രമല്ല നമുക്ക് ലൈക്ക് കോസ്റ്റ് എഫക്റ്റീവും ആണ്. അപ്പോൾ എനിക്ക് എല്ലാവരും കപ്പ് യൂസ് ചെയ്യാം. നമുക്കൊരു പാഡ് ഫ്രീ ആയിട്ടുള്ള ഒരു പീരീഡ്സ് ആണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഈ കപ്പ് എന്ന് പറയുന്നത് 3 സൈസിൽ വരും, സ്മോൾ, മീഡിയം ആൻഡ് ലാർജ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്, കപ്പ് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത്. അതിനൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരാം. സോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. കാരണം അതിനായിട്ടൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. സോ ഞാനത് ഹൈജീൻ റുട്ടീൻ മാത്രം ഇപ്പോൾ പറയാം. സോ കപ്പ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം പാഡ് ഫ്രീ ആയിട്ട് നമുക്ക് പോവാതെ നല്ലത്. കാരണം അത് നമ്മുടെ എൻവയോൺമെൻറ്റിനും അത് നല്ലത്, കോസ്റ്റ് എഫക്റ്റീവും ആണ്. മാത്രമല്ല നമ്മുടെ ബോഡിക്കും മെൻസ്ട്രൽ കപ്പാണ് നല്ലത്. പിന്നെ കപ്പ് അല്ലാതെ നിങ്ങൾക്ക് പറ്റുന്നില്ല, കപ്പ് പറ്റാത്തതാണെങ്കിൽ വേറെയുള്ള ഓപ്ഷൻസ് ആണ് ടാംപോൺസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്രയുള്ള സൈസിൽ വരുന്നൊരു സാധനമാണ്, എൻ്റെ കയ്യിലില്ല കാണിക്കാൻ. അത് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് കുറച്ച് കോസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ട്. പിന്നെ അത് റീയൂസബിൾ അല്ലല്ലോ, കപ്പ് പോലെ ടാംപോൺസ് റീയൂസബിൾ അല്ല. സോ ടാംപോൺസ് അല്ലാതെ വേറെ വരുന്ന അടുത്ത ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിട്ടുണ്ടാവും പാഡ് 2 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന് വന്നിട്ട് പാഡ് വരണ ഒന്ന് കോട്ടൻ്റെ ഉണ്ട്, അതായത് നെറ്റ് ഇല്ലാത്തത്. പിന്നെ അടുത്ത പാഡ് എന്ന് പറയുന്നത് നെറ്റുള്ള പാഡാണ്. സോ നമുക്ക് പീരിയഡ് ടൈമിൽ ബ്രീത്തിങ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടേണ്ടത്, അതായത് കോട്ടൺ ക്ലോത്ത്സ് ഇടാൻ നോക്കുക. കാരണം ഈ കോട്ടൺ ക്ലോത്ത്സ് ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നിങ്ങൾ പീരിയഡ് ടൈമിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പാഡിൻ്റെ കേസിൽ മാത്രമല്ല, അതായത് ഡ്രസ്സിൻ്റെ കേസിൽ വരെ കോട്ടൺ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ബോഡിക്ക് ബ്രീത്ത് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പാഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ടൈപ്പിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് കോട്ടൺ ടൈപ്പ്, പിന്നെ നെറ്റുള്ളത് കേട്ടോ. ഈ നെറ്റുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വജൈനയ്ക്ക് അത് നന്നല്ല. കാരണം എനിക്ക് യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നെറ്റുള്ളത് അധികം നന്നല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നെറ്റുള്ള സംഭവമാകുമ്പോൾ നമുക്ക് റാഷസും ഇച്ചിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കുറേ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നെറ്റുള്ള പാഡ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് റാഷസ് വരുന്നുണ്ട്, ഇച്ചിങ് വരുന്നുണ്ട്, ഇറിറ്റേഷൻ വരുന്നുണ്ട്. സോ അതായത് നെറ്റുള്ള പാഡ്സൊക്കെ ഒഴിവാക്കുക, കോട്ടൺ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ വരുന്ന വേറൊരു സംഭവമാണ്, ഈ കോട്ടൺ യൂസ് ആക്കുമ്പോൾ സ്മെല്ല് വരണമെന്ന്. അത് ശരി തന്നെയാണ്, കാരണം നല്ല സ്മെല്ല് വരാറുണ്ട് കോട്ടൺ മാത്രം നെറ്റില്ലാത്ത യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അധികവും പാഡ് യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പാഡ് പറ്റുമെന്നാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, വീട്ടിലാണെങ്കിൽ കോട്ടൺ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക, പുറത്ത് പോകുമ്പോൾ നെറ്റുള്ളത് യൂസ് ചെയ്യാം. അധികവും നമുക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണത് തന്നെ നല്ലത്. കാരണം നമ്മുടെ ബോഡിക്കായാലും എൻവയോൺമെൻറ്റിലായാലും അത് തന്നെ നല്ലത്, ബോഡിക്ക് അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ അടുത്ത ടിപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഷ്, പിന്നെ pH കുറച്ച് കൂടുതലുള്ള, അതായത് പ്രൈവറ്റ് പാർട്സ് കഴുകാൻ വേണ്ടി pH കൂടുതലുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ വാഷ് പോലത്തേക്ക് അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം അവർ പറയണത് പോലെയല്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ഒഴിച്ച് കഴുകണം നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് pH കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ ഇങ്ങനത്തെ pH കൂടിയിട്ടുള്ള ലിക്വിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ കൂടുകയാണ് ചെയ്യുക. മാത്രമല്ല നല്ല ഇറിറ്റേഷനും വരും. സോ അങ്ങനത്തെ ക്ലീൻ വാട്ടർ മാത്രം യൂസ് ചെയ്യുക. ഇങ്ങനെ pH കൂടുതലുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതാണ് എൻ്റെ അടുത്ത ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ബ്രീത്തബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുക. അതിപ്പോൾ സാധാ ക്ലോത്ത് ആയാലും അണ്ടർ ഗാർമെൻറ്റ്സ് ആയാലും ജസ്റ്റ് നമ്മുടെ കോട്ടൺ ആയിട്ടുള്ള ഇടുക. കാരണം അതാണ് നല്ലത്, ബോഡിക്ക് കുറച്ചും കൂടെ അതാണ് നല്ലത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എന്തൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം വെള്ളം വേണം, നമ്മുടെ ബോഡി നല്ല രീതിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നല്ല ലിറ്റേഴ്സ് വെള്ളം കുടിക്കണം. ഒരു 3 to 4 ലിറ്റേഴ്സ് വെള്ളം ഡെയിലി കുടിക്കാൻ സഹായിക്കാം. നിങ്ങൾക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ബോട്ടിൽസ് ഒക്കെ കിട്ടും, ലൈക്ക് ഇത്ര ലിറ്റർ വരെ കുടിച്ചു എന്നുള്ള. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല അവൈലബിൾ ആണ് അങ്ങനത്തെ ബോട്ടിൽസ് ഒക്കെ, നമ്മൾ എത്ര വെള്ളം കുടിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാട്ടർ അലാറം ഒക്കെ വെക്കുക, ബിക്കോസ് നമുക്ക് വെള്ളം കുടിക്കാൻ ലൈക്ക് ഓർമ്മിപ്പിക്കുന്ന അലാറംസ് ഒക്കെ വെക്കുക. സോ നിങ്ങൾക്കതിന് ബോധം വേണം വെള്ളം നിറയെ കുടിക്കണമെന്ന്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടോ എന്ന് എനിക്കറിയില്ല. സോ ക്ലോത്ത്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോട്ടൺ ക്ലോത്ത്സ് അധികം യൂസ് ചെയ്യുക പീരിയഡ് ടൈംസിൽ. പിന്നെ ഉള്ളതാണ് വെള്ളത്തിൻ്റെ കാര്യം. പിന്നെ ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പീരിയഡ്സിൽ കേട്ടോ. കാരണം ഫുഡ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഹെൽത്തി ഷുഗർ അധികം ഒഴിവാക്കുക. ഷുഗർ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഞാൻ ഷുഗർ ഒഴിവാക്കിയിട്ട് കുറേ കാലമായി ഷുഗർ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഷുഗർ നിർത്തിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷുഗർ കഴിഞ്ഞാൽ അധികം ഓയിലായിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. ഓയിലി ഫുഡ് ഒഴിവാക്കുക, ഷുഗർ ഒഴിവാക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. ഗ്രീൻ വെജിറ്റബിൾസ് ഡയറ്റിൽ കുറച്ചും കൂടി ഇൻക്ലൂഡ് ആക്കുക. ഗ്രീൻ വെജിറ്റബിൾസിൽ നല്ല ഉപകാരമുണ്ട്. പ്രത്യേകിച്ച് ബ്രോക്കലിയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. ഞാൻ വെയിറ്റ് ലോസിൻ്റെ വേറെ വീഡിയോസ് ഇടാം. ബ്രോക്കലി നല്ല ഫുഡാട്ടോ ബ്രോക്കലി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഫുഡ് നന്നാക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സ്ട്രെസ് ഇല്ലാതിരിക്കുക. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.